എന്ന് മുതൽ നിങ്ങളുടെ അധികാരം കവർന്നെടുക്കപ്പെട്ടു? അതായത് AIP-യുടെ അധികാരം കവർന്നെടുക്കപ്പെട്ടു? ഏതെല്ലാം അധികാരങ്ങൾ കവർന്നെടുക്കപ്പെട്ടു? ഇങ്ങനെ അധികാരം കവർന്നെടുത്തു എങ്കിൽ നിങ്ങൾ പറയുന്ന ഡൽഹി വികസനം എങ്ങനെ നടന്നു എന്നത് ശരിയാവും? അതൊരു ഇരട്ടത്താപ്പല്ലേ എന്നാണ് ചോദ്യം. നവീൻജി, ചോദ്യം വ്യക്തമായിരുന്നോ? ഒന്നുകൂടെ വായിക്കണോ? എനിക്ക് തോന്നുന്നു ആം ആദ്മി പാർട്ടിയുടെ അധികാരം കവർന്നെടുത്തതിനെ പറ്റി എപ്പോ മുതൽ കവർന്നെടുക്കാൻ തുടങ്ങി, കവർന്നെടുത്തിട്ടും ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് എന്താണെന്നുള്ളത്. വാഗ്ദാനങ്ങൾ കൊടുക്കാല്ല, നിങ്ങൾ അവിടെ വികസനം നടത്തി എന്നൊക്കെ പറയുന്ന അവകാശവാദങ്ങൾ എങ്ങനെ ശരിയാവും എന്നാണ് ചോദിക്കുന്നത്. ഇത് രണ്ടും കോൺട്രഡക്റ്ററി അല്ലേ? അധികാരം കവർന്നെടുക്കാൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന്റെ ഉത്തരവെന്നോളം ഞാൻ പറഞ്ഞിരുന്നു, അന്വേഷണ ഏജൻസിയായിട്ട് ആം ആദ്മിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ആന്റി കറപ്ഷൻ ബ്യൂറോ എന്ന് പറയുന്നത് ACB എന്ന് പറയുന്നതായിരുന്നു. അതിനെ എടുത്തു മാറ്റിക്കൊണ്ടാണ് ആദ്യഘട്ടത്തില് അധികാര കവർന്നെടുക്കലിനപ്പുറം പരിമിതപ്പെടുത്തലുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാത്തിലും അനാവശ്യമായ ഇടപെടലുകൾ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടുള്ള പരിമിതപ്പെടുത്തലുകളായിരുന്നു. ആ പരിമിതപ്പെടുത്തലുകളെ ആം ആദ്മി അതിജീവിച്ചത് സമരവും ഭരണവും എന്ന തന്ത്രത്തിലൂടെയാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സമരരൂപങ്ങളും ഭരണരൂപങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ പറഞ്ഞ വാഗ്ദാനങ്ങള് ഈ പ്രതിസന്ധികളെ എല്ലാം മറികടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി അവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഒരു ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് അവരുടെ റവന്യൂവിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ വരുമാനത്തിന്റെ, ഖജനാവിൽ വരുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുകൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ആ വരുമാനം വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി അതെല്ലാം നടപ്പിലാക്കി പോകുന്നുണ്ട്. പക്ഷെ നടപ്പിലാക്കുവാനായിട്ട് ഒത്തിരി പ്രതിസന്ധികളെ ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ആ പ്രതിസന്ധികളെ കൃത്യമായ രീതിക്കും നയപരമായ രീതിക്കും സമരരൂപത്തിലൂടെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അത് അവിടെ നടപ്പിലാക്കി പോയിട്ടുണ്ട്. പിന്നീട് വന്നത് ഒരു ബില്ല് കൊണ്ടുവന്നുകൊണ്ട് തന്നെ, അതായത് ഡൽഹി നാഷണൽ ക്യാപിറ്റലിന്റെ ഗവർണൻസിനെ പൂർണ്ണമായിട്ട് LG-യുടെ നിയന്ത്രണത്തിലും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തോട് കൊണ്ടുവന്ന ഒരു ബില്ല് കൊണ്ടുവന്നു തന്നെയാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. ആ പ്രതിരോധങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് ആം ആദ്മി പാർട്ടി അതിജീവിച്ചത്. അതിൽ യാതൊരു സംശയവുമില്ല. ഓരോ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം അല്ലെങ്കിൽ അതിനായിട്ടുള്ള ബഡ്ജറ്റ് പാസ്സാക്കി വന്നാലും അതിന്റെയൊക്കെ അനുമതി ലഭിക്കുവാനായിട്ടുള്ള താമസം, എന്ത് കാര്യത്തിനും LG-യുടെ ഒപ്പോടുകൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ആ പ്രതിസന്ധികളെ പല രൂപത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി അതിജീവിച്ചു വന്നത്. പക്ഷെ അത്രയ്ക്ക് പരിമിതികൾക്കിടയിൽ പോലും കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനം ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളതും ആം ആദ്മി പാർട്ടി നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കി പോകുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അവിടെയാണ് അതിന്റെ ബഡ്ജറ്റിന്റെ ഇതിലും നമ്മൾ മനസ്സിലാക്കിയത്. 2015-16 കാലഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി അവതരിപ്പിച്ച ബഡ്ജറ്റ് 31,000 കോടി രൂപയുടെ ആയിരുന്നെങ്കിൽ അത് 2024-25 കാലഘട്ടത്തിൽ 78,000 കോടി രൂപയുടെ ആയിട്ട് ബഡ്ജറ്റ് വിഹിതം വർദ്ധിച്ചു. ബഡ്ജറ്റ് അവതരണത്തിൽ അത്രയും വലിയൊരു ബഡ്ജറ്റായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് ആ ഭരണ സംവിധാനത്തെ ഈ പ്രതിസന്ധികൾക്കിടയിലും കൊണ്ടുപോകാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ പരീക്ഷണത്തെ അതിജീവിക്കാൻ സാധിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും സുഗമമായ രീതിക്ക് ഭരണ സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ബോധ്യപ്പെടുത്തലും കൂടിയായിരുന്നു ഡൽഹിയിലെ ഭരണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു മോഡ്സിന് ശേഷം ഗസ്റ്റിലേക്ക് വരാം. മോഡ്സ് ആരെങ്കിലും അർജന്റുള്ള മോഡ്സ് ഉണ്ടെങ്കിൽ പബ്ലിക് ചെയ്തു. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കും. ഓക്കെ. ഇതില് എനിക്ക് ചോദിക്കേണ്ടത് വെച്ചാല്, നേരത്തെ ഈ പറഞ്ഞ പോലെ റിസർവേഷനെ പറ്റി കെജ്രിവാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിസർവേഷൻ ഞങ്ങള് കെജ്രിവാളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ന്യൂസ് ലിങ്ക് ഉണ്ട് എന്റെ അടുത്ത്, അറിയായിരിക്കും, ഞാൻ പറയാം. കെജ്രിവാൾ ആക്ച്വലി പറഞ്ഞതെന്ന് വെച്ചാൽ, റിസർവേഷന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഈ റിസർവേഷൻ ഒരു വട്ടം റിസർവേഷൻ കിട്ടിയ ഒരാൾ പിന്നെ അവര് സാമ്പത്തികമായി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കൾക്ക് എന്തിനാണ് റിസർവേഷൻ എന്നുള്ള രീതിയിലൊക്കെ കെജ്രിവാൾ. അത് കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ജയറാം രമേശും എല്ലാവരും അതിനെതിരെ ഭയങ്കര വിവാദമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കെജ്രിവാൾ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തികം നന്നായ പിന്നെ റിസർവേഷൻ വേണ്ട എന്നുള്ളതാണ്. സോ അതിനെ പറ്റി എന്താണ് ഒപ്പീനിയൻ എന്ന് പറയാം? കാരണം കെജ്രിവാൾ നേരത്തെ ഇതിനെ പറ്റി ഒന്ന് പരാമർശിച്ചില്ല. അങ്ങനെ സംഭവം വന്നിട്ടില്ല, അങ്ങനെ ന്യൂസ് വന്നിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു ഉത്തരം പറഞ്ഞായിരുന്നു. അങ്ങനെ അല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. അരവിന്ദിന്റെ നവീൻജി പറഞ്ഞോട്ടെ. കൃഷ്ണാജി നവീൻജി പറഞ്ഞു. അതിന്റെ ന്യൂസ് ലിങ്ക് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാൻ. അല്ല, ഇതില് നമ്മൾ വാർത്തകളെ വ്യാഖ്യാനിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിച്ചു പോവാം. സാമ്പത്തികമായിട്ട് ഉന്നമനം നിൽക്കുന്നവർക്ക് തന്നെ വീണ്ടും റിസർവേഷൻ അവരിലോട്ട് മാത്രം പരിമിതപ്പെട്ടു പോകുന്നു. അത് നമ്മൾ ഡൽഹിയിലോട്ടൊന്നും പോകണ്ട. നമ്മുടെ കേരളത്തിന്റെ തന്നെ സാമ്പത്തിക അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്കായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്ന ഇത്രയും കാലഘട്ടത്തില് കേരള രൂപീകരണത്തിന് ശേഷം വന്ന തുകകൾ എത്രത്തോളം അവരിൽ എത്തി എന്നുള്ളതും, പക്ഷെ അത് സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരുടെ കയ്യിലോട്ട് മാത്രം ആ സാമ്പത്തികം കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. റിസർവേഷൻ അതിന്റേതായ അർത്ഥത്തിൽ താഴെത്തട്ടിലോട്ട് എത്തുന്നില്ല എന്നുള്ള രീതിക്കുമുള്ള സംസാരങ്ങൾ പല ചർച്ചകളിലൊക്കെ ഉന്നയിച്ചു വന്നിട്ടുണ്ട്. അതിനെയൊക്കെ എല്ലാം ക്രോഡീകരിച്ച് വ്യാഖ്യാനിച്ചു വന്നൊരു വ്യാഖ്യാനമാണത്. അത് കൃത്യമായിട്ട് കൃത്യമായ രീതിയിൽ എത്തേണ്ടതുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനാണ്. ആ ഭരണ സംവിധാനം നിതാന്ത ജാഗ്രതയോടുകൂടി ആ ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് നിൽക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ? ചോദിക്കാവോ? മോഹൻലാൽ സാർ ചോദിക്കൂ, താങ്കളുടെ ടേണോ. താങ്കള്
പല ചോദ്യങ്ങൾക്കും പറഞ്ഞ ഉത്തരങ്ങൾ പരസ്പര വിരുദ്ധമാണ്. നിൽക്കട്ടെ. എനിക്ക് ചോദിക്കാനുള്ള, താങ്കൾ പറഞ്ഞത് ഇന്ത്യയുടെ ദേശീയതയെ ഊന്നിയതാണ് ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് BJPയും പറയുന്നത്. കഠിനമായ ഒരു ദേശീയതയെ ഊന്നുക എന്ന് പറഞ്ഞാൽ അത് ഫാസിസത്തിലേക്കാണ് പോകുന്നത്. അത് താങ്കൾ തിരിച്ചറിയുന്നുണ്ടോ? അല്ല, ഇന്ത്യയുടെ ദേശീയത ഊന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നി തന്നെയാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് ആദ്യം നമ്മുടെ ദേശം എന്നുള്ളതും ആ ദേശത്തെ ജനങ്ങൾ എന്നുള്ളതും അതിനപ്പുറം പോലും ഈ രാഷ്ട്രീയം പോലും ഉള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി പോകുന്നത്. അത് ഈ പറയുന്ന കണക്ക് ഫാസിസത്തിന്റെ ഒരു ചിന്തയിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന വർഗീയ അജണ്ടയിലോ ഊന്നിക്കൊണ്ടുള്ള ഇന്ത്യയിലെ നാനാത്വത്തിന്റെ ആ ഏകത്വം എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു മുമ്പോട്ട് വെച്ചിട്ടുള്ള പല ആശയങ്ങളുണ്ട്. ആ രീതിക്ക് ഇന്ത്യയുടെ നാനാത്വങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള, വ്യത്യസ്ത ഭാഷാ ശൈലിയുള്ള, വ്യത്യസ്ത ജീവിത ശൈലിയുള്ള, വ്യത്യസ്ത വേഷവിധാനങ്ങളുള്ള, വ്യത്യസ്ത ആഹാര രീതികളുള്ള, വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള, വ്യത്യസ്ത ആരാധനാക്രമങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ ഒന്നിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വരുന്നത്. അടുത്തത്, താങ്കൾ നടത്തിയ ഒരു പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്ന് ഞാൻ പറഞ്ഞു. അതായത് മറ്റൊന്നുമല്ല, 1 ഇലക്ഷൻ 1 എഡ്യൂക്കേഷൻ ഭരണഘടനാ വിരുദ്ധമാണ്. അത് കൺകറന്റ് ലിസ്റ്റിലാണ് എഡ്യൂക്കേഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ കിടക്കുന്നത്. പിന്നെ അങ്ങനെ താങ്കൾക്ക് അങ്ങനെ പറയാൻ കഴിയും? ഒരു ഭരണകൂടം അല്ലെങ്കിൽ ആരാണോ ഭരണ സംവിധാനത്തിലുള്ളത് അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് സ്വയം വിലയിരുത്തി മുമ്പോട്ട് പോകുക എന്നുള്ളത്. ആ ഉത്തരവാദിത്തം വിലയിരുത്തി ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക്, അതിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ അവർക്ക് വിദ്യാഭ്യാസം പ്രാപ്യമാകാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഒരു ആരോഗ്യ മേഖല, ഏവർക്കും പ്രാപ്യമാകുന്ന ഒരു ആരോഗ്യ മേഖല ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. ഇത് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും ഭരണ സംവിധാനത്തിന്റെ കടമ. അല്ലാതെ ഇലക്ഷനുകൾ ഏകീകരിപ്പിക്കുക എന്നുള്ളതല്ല. ആർക്കും ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസത്തോട്ട് പോകാൻ അവിടെ സാമ്പത്തികം ഒരു പ്രശ്നമല്ലാതെ വരണം. ആർക്കും ഇഷ്ടപ്പെടുന്ന ചികിത്സാ മേഖലയിലോട്ട് കിടക്കാനായിട്ട് അവിടെ സാമ്പത്തികം ഒരു പ്രശ്നമല്ലാതെ വരണം. ആ രീതിക്ക് എന്ത് ചെയ്യാൻ ഗവൺമെന്റിന് സാധിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് പറഞ്ഞത്. താങ്ക് യു മോഹൻലാൽ സാർ. നമുക്ക് അടുത്ത ആളിലേക്ക് പോയിട്ട് തുടർ ചോദ്യം ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് പിന്നീട് അവസരം ഉണ്ടാവാം. നമുക്ക് എന്തായാലും ദാന നമസ്കാരം നവീൻജി. നമസ്കാരം. ഓക്കെ. ഞാൻ നവീൻജിയോട്, നമുക്ക് ഈ റീസെന്റ് ആയിട്ട് ആം ആദ്മിയിലെ ഏറ്റവും ഒരു റാഷണൽ തിങ്കിങ്, ഞാൻ റാഷണൽ തിങ്കിങ് പൂർണ്ണമായിട്ട് പറയില്ല, അങ്ങനെ പറയും, നമുക്ക് സമൂഹത്തിൽ അറിയാം ഏറ്റവും കൂടുതൽ ഇപ്പം ജനാധിപത്യം നേരിടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജാതി മതങ്ങളാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ഇപ്പം ആം ആദ്മി ചെയ്തിരുന്നു. ഉദാഹരണത്തിന് ഇത് 18,000 രൂപ വീതം മാസവേതനം എല്ലാ പൂജാരിമാർക്കും കൊടുക്കുക. ഇതേപോലത്തെ രീതി പ്രീണന സാധനം നമുക്ക് ഒന്നും കൂടെ നമ്മുടെ സമൂഹത്തിൽ ദോഷം ചെയ്യുകയല്ലാതെ ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തീരെ ഒരു ഇഷ്ടപ്പെടാത്തൊരു പ്രവൃത്തിയായിട്ട് ആം ആദ്മിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, അത് നമ്മളെ ഇന്ത്യയിലെ 99% വരുന്നത് അവിശ്വാസികൾ ഉണ്ടാകാം. അവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിട്ട് വേണം ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. ആം ആദ്മി ഇപ്പം പൂജാരിമാർക്ക് 18,000 കൊടുക്കും എന്ന് ഈ ഇലക്ഷന്റെ സമയത്താ പറഞ്ഞിരുന്നെങ്കിൽ 2015 തന്നെ ഇമാമുമാർക്കും അതേപോലെ പള്ളിയിലെ മറ്റ് വിഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് 18,000 രൂപ ഓണറേറിയം കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിരുന്നു. അത് വഖഫ് ബോർഡ് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് വഖഫ് ബോർഡ് 30 ലക്ഷത്തോളം രൂപ മാത്രമേ വരുമാനമുള്ളൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 62 കോടി രൂപയോളം ഗ്രാന്റ് കൊടുത്തുകൊണ്ട് ഇമാമുമാർക്ക് 18,000 രൂപ പ്രതിമാസം ഓണറേറിയം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് രുക്മിണി സിംഗ് എന്ന് പറയുന്ന ഒരു അഭിഭാഷക ഹൈക്കോടതിയിൽ കൊടുത്തൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശം ഉണ്ടായി. ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വിവേചനമല്ലേ എന്നുള്ളൊരു പരാമർശം അവിടെ ഉണ്ടായി. ആ പരാമർശത്തിന്റെ തുടർച്ച എന്നോണം ഒരു പരിഹാര മാർഗമായിട്ടാണ് മുഴുവൻ വിഭാഗത്തിൽപ്പെടുന്നവർക്ക്, എന്ന് വെച്ചാൽ അവരും സമൂഹത്തിൽ ഒരുതരം സേവനം തന്നെയാണ് ചെയ്യുന്നത്. വിശ്വാസികളായ സമൂഹം നമ്മൾ അവരെ പൂർണ്ണമായിട്ട് അവഗണിക്കാൻ പറ്റത്തില്ല. ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ പോകുമ്പോൾ അവരെ കൃത്യമായിട്ടും മാനസിക സുഖത്തോടെയും അവർ സംതൃപ്തിയോടുകൂടി അവരെ ട്രീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള അവിടുത്തെ പൂജാരിമാർക്കും മറ്റുമാണ്. അപ്പൊ അവർക്കും കൃത്യമായിട്ട് അവരുടെ ജീവിത മാർഗമായിട്ട് തന്നെയാണ് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. പള്ളിയിലാകാം, ഗുരുദ്വാരകളിലാകാം, ക്ഷേത്രങ്ങളിലാകാം, എവിടെയാണെങ്കിലും അവരുടെ ജീവിത മാർഗമായിട്ട് തന്നെ ചെയ്യുന്നത്. അവർക്ക് കൃത്യമായി ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യം അവിടെ ഒരുക്കി വരേണ്ടതുണ്ട്. ഏത് തൊഴിൽ ചെയ്യുന്നതിനും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള
വരുമാനം അവന് ഒരുങ്ങി വരേണ്ടതുണ്ട്. ആ വരുമാനങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ജാതിമത ഭേദമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആ വരുമാനം ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അവിടെ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച നയം. താങ്ക് യു. നമുക്ക് താങ്കളുടെ തുടർ ചോദ്യം ചോദിച്ചു. ചോദ്യം കൂടെ ഉണ്ടോ? അതിനുശേഷം ഒരു സെക്കൻഡ്, അതിനുശേഷം നമുക്ക് ഒരു ചാറ്റിൽ ചോദ്യം കൃഷ്ണ തയ്യാറായിക്കോളൂ. അതിനുശേഷം നമുക്ക് അടുത്ത ആളിലേക്ക് വരാം. ഓക്കെ, ഒരു ഉപചോദ്യം കൂടെ ചോദിക്കാമല്ലോ. ഇതൊരു 1.5 ഉപചോദ്യം ആട്ടെ. ഞാൻ 2 കാര്യങ്ങളാണ് ചിലപ്പോൾ 2 കാര്യത്തിൽ അഡ്രസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഏതൊരു പാർട്ടി നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യയശാസ്ത്രം വേണം. നമ്മൾക്ക് മാത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മൾ ഇന്ത്യയിൽ ഉദ്ദേശിച്ചത്, അടുത്ത തലമുറയ്ക്കും. അപ്പൊ അത് നിലനിന്ന് പോകാനായിട്ട് ഒരു പ്രത്യയശാസ്ത്രം ഇല്ലാത്തൊരു പാർട്ടിയായിട്ടാണ് AAP പൊതുവെ ജനങ്ങൾ കണക്കാക്കുന്നത്. അപ്പൊ ഭരണഘടന നേരത്തെ ഒന്ന് പറഞ്ഞ പോലെ സൂചിപ്പിച്ചു, പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനും പറ്റാത്തൊരു സാഹചര്യം. അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു, ഇപ്പൊ പഞ്ചാബിലെ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞാൽ ഒരു സപ്പോസ് ഇനി പഞ്ചാബിലെ ഇലക്ഷൻ വരുവാണ്, അതിനകത്ത് കൂടെ ആം ആദ്മി പാർട്ടിക്ക് മതിയായ പ്രാതിനിധ്യം അവിടെ ഒരു ഇലക്ഷന് പരാജയം പറ്റി കഴിഞ്ഞാൽ ഈ പ്രത്യയശാസ്ത്രം ഇല്ലാത്ത പാർട്ടിയുടെ നിലനിൽപ്പ് എങ്ങനെ പോകും? അത് ഒരേ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പണ്ടത്തെ പോലെ കുറെ ക്രെഡിബിലിറ്റി ആയിട്ടുള്ള കുറെ നേതാക്കന്മാർ അത് വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം യോഗേന്ദ്ര യാദവും അല്ലെങ്കിൽ നമ്മുടെ പ്രശാന്ത് ഭൂഷൺ പോലുള്ള ആളുകളൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് വരുമ്പോഴേക്കും നമുക്ക് പൊതുജനങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല ആം ആദ്മി സൈഡിൽ നിന്ന് വന്നിട്ടുള്ളതും കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇതിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യയശാസ്ത്രാനന്തര യുഗം എന്നൊക്കെയാണ് പൊതുവിൽ അറിയപ്പെടുന്നത്, ലോക നിലവാരത്തിൽ തന്നെ. അതിനപ്പുറം നമ്മൾ ഈ പോസ്റ്റ് ട്രൂത്ത് ഇറ, സത്യാനന്തര യുഗം എന്നൊക്കെ അതിനെ വിശേഷിപ്പിച്ചു പോരുന്നുണ്ട്. പക്ഷെ ഇത് തമ്മിൽ ഒരു സാമ്യവും കൂടെ പരിശോധിച്ച് വേണം നമ്മൾ പോകാനായിട്ട്. അതായത് വൈകാരിക മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട്, വസ്തുതകളെ മാറ്റിവെച്ച് വൈകാരിക മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനമാണ് ഈ പ്രത്യയശാസ്ത്രം എന്നുള്ള രീതിക്ക് നിലനിൽക്കുന്നത് തന്നെ. അതുകൊണ്ടാണല്ലോ മാർക്സ് രൂപീകരിച്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഭരണ സംവിധാനം ലെനിന് രൂപീകരിക്കാൻ സാധിച്ചത്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിച്ചത്. മാർക്സ് ബ്രസൽസിലും മറ്റും കറങ്ങി നടക്കുന്ന സമയത്ത് മാർക്സിന്റെ ആശയങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ അവിടെ ഒരു പ്രത്യയശാസ്ത്രം കൃത്യമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടില്ല. ഗാന്ധി മുമ്പോട്ട് വെച്ച ആശയങ്ങളാണെങ്കിലും ഗാന്ധിസം എന്നുള്ള രീതിക്ക്, ഗാന്ധി ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന ഒരു പുസ്തകം രൂപപ്പെടുത്തിയപ്പോഴത്തേക്കാണ് അതിൽ നിന്നാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെയാണ് പ്രത്യയശാസ്ത്രത്തിന്റെ ആശയം അതിന്റെ രൂപപ്പെട്ടു വന്നത്. അതേപോലെ അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വെച്ചൊരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് സുതാര്യതയിൽ ഊന്നിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ് മുമ്പോട്ട് വെച്ചത്. അതിനൊരു പ്രത്യയശാസ്ത്ര വ്യാഖ്യാനങ്ങൾ ഇനി വരും കാലങ്ങളിൽ ആൾക്കാർ കൊടുത്തു പോകേണ്ടതുണ്ട്. പക്ഷെ കാലം ഊന്നിയുന്നുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഭരണ സംവിധാനം രൂപപ്പെട്ടു വരുമ്പോഴത്തേക്ക് ആ ഭരണ സംവിധാനത്തെ ഉത്തരവാദിത്തമുള്ള ഭരണ സംവിധാനമാക്കി മാറ്റുന്നതിനായിട്ട്, സുതാര്യമായ ഒരു ഭരണ സംവിധാനമാക്കി മാറ്റുന്നതിനായിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ പൗരന്മാരുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം, ആ ഇടപെടലിലൂടെ മാത്രമേ ഇവിടുത്തെ ഒരു സുതാര്യമായ ഭരണ സംവിധാനം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഒരു ഭരണ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനക്ഷേമത്തിൽ ഊന്നിയുള്ള ഒരു ഭരണം നടത്തുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറും. അത് പറയുക മാത്രമല്ല, പ്രവർത്തിച്ചു കാണിച്ചൊരു സർക്കാരും കൂടെ ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്, പഞ്ചാബിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ സംവിധാനം അരവിന്ദ് കെജ്രിവാൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്കറിയാം 2005 മാക്സസെ അവാർഡ് വിന്നറായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറിയത് അരവിന്ദ് കെജ്രിവാൾ ഭരണകൂടത്തെ ഉത്തരവാദിത്തമുള്ളതാക്കി മാറ്റുവാനായിട്ട്, സാധാരണക്കാരായ പൗരന്മാരെ ശാക്തീകരിക്കുവാനായിട്ട് അവരുടെ ഇടപെടലുകൾ ഭരണകൂടത്തിൽ ഉണ്ടാക്കേണ്ടിയിട്ട് RTI എന്ന് പറയുന്ന ആ നിയമത്തിന്റെ പ്രചരണങ്ങൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ മുമ്പോട്ട് വരുന്നത്, മാക്സസെ അവാർഡ് 2005 നേടിയെടുക്കുന്നത്. ആ രീതിക്ക് ഭരണ സംവിധാനത്തിൽ ഇടപെടാനായിട്ട് പൗരന്മാരെ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ശാക്തീകരണത്തിന്റെ പ്രായോഗിക തലം എങ്ങനെയുണ്ടെന്നുള്ളത് ഭരണത്തിൽ കൂടെ കാണിച്ചു തരികയും ചെയ്തു. മറ്റു സംവിധാനങ്ങളിലും ഏതൊക്കെ രീതിയിലാണ് ഈ വീഴ്ചകളെ പരിഹരിക്കാനായിട്ട് എങ്ങനെയൊക്കെ ഒരു പൗരന് ഇടപെടാൻ പറ്റുമെന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനം കൂടെ അരവിന്ദ് കെജ്രിവാൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഭരണകൂടത്തിലെ ചില നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ, ഓരോ സംസ്ഥാനങ്ങളും മാറി മാറി ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നത് പ്രധാനമായിട്ടും PMLA എന്ന് പറയുന്ന നിയമത്തിൽ ഊന്നി നിന്നാണെങ്കിൽ ആ PMLA എന്ന് പറയുന്ന നിയമത്തിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ കോടതികളെ സമീപിച്ചിരിക്കുന്നത്. അതിപ്പോ ഒരു ചോദ്യചിഹ്നമായിട്ട് കോടതികളുടെ മുമ്പിൽ നിൽക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലോട്ടും വിശാല ബെഞ്ചിലോട്ടും വിടുക എന്നുള്ള തീരുമാനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജനാധിപത്യത്തിന്റെ ആ ഭംഗി നമ്മൾ എന്നും പറയുന്നത് TN ശേഷം എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയാണ്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നട്ടെല്ല് നിവർത്തി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സുതാര്യമാകാവുന്നതേ ഉള്ളൂ ജനാധിപത്യ സംവിധാനം എന്നുള്ളത് നമ്മളെ തെളിയിച്ചു തന്നതാണ് TN ശേഷൻ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ജനാധിപത്യ സംവിധാനത്തെ ശക്തമാക്കാനായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആ പ്രതിസന്ധികളെ ഫിക്സ് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ കൃത്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെ പൗരന് ഇടപെടാൻ പറ്റും എന്നുള്ള കാഴ്ചകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഭരണ സംവിധാനത്തിലെ ഇടപെടലുകളിലൂടെ
സുതാര്യമായ ഭരണ സംവിധാനം ഉണ്ടാക്കുകയും അതിലൂടെ ജനക്ഷേമ ഭരണം ഇവിടെ കാഴ്ചവെക്കാനും സാധിക്കും എന്നുള്ള ഒരു നയം തന്നെ, ആശയം തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ ആശയത്തിന് ഇപ്പോൾ കൃത്യമായ അംഗീകാരം ലഭിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് ജനങ്ങൾക്കിടയിലോട്ട് കൂടുതൽ ശക്തമായിട്ട് പ്രചരിപ്പിച്ച് തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. താങ്ക് യു അല്ല, ജന, താങ്ക് യു. 2005 എന്ന് പറഞ്ഞാൽ എന്താണ്? 2005 എന്താണ്? രമേശ് ചേട്ടാ 2015 നമുക്ക് ക്രമത്തിൽ വരാം. രമേശ് ചേട്ടാ നമുക്ക് ക്രമത്തിൽ അല്ല, വരാം. അതുകൊണ്ടല്ല നമുക്കൊരു ഞാനല്ല അല്ല അതല്ല അത് മറ്റേ ഫെക്ച്വൽ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടി. 2005 ആണോ 2015 ആണോ? അല്ല 2005